ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിയമവിരുദ്ധമായാണ് തന്നെ അറസ്റ്റ് ചെയ്തതെന്ന് സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി. അറസ്റ്റ് മെമ്മോയിൽ അറസ്റ്റ് മതിയായ കാരണം വ്യക്തമായിരുന്നില്ല എന്നും അടിയന്തരമായി തന്നെ മോചിപ്പിക്കണമെന്നും പങ്കജ് ഭണ്ഡാരി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു. ഹർജി അല്പസമയത്തിനകം കോടതി പരിഗണിക്കും. ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, എന്താണ് ഹർജിയിലെ ആവശ്യങ്ങൾ? ആര്യ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റിലായ പ്രതികൾ ജാമ്യ ഹർജിയുമായാണ് പല കോടതികളിലെത്തിയെങ്കിൽ ഇവിടെ ഒരു അടിയന്തര സ്വഭാവത്തിലുള്ള ഹൈക്കോടതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ പങ്കജ് ഭണ്ഡാരി എത്തിയിരിക്കുകയാണ്. പങ്കജ് ഭണ്ഡാരി പറയുന്നത് തന്റെ അറസ്റ്റും കസ്റ്റഡിയും നിയമവിരുദ്ധമാണ്, തന്നെ അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അടിയന്തരമായി തന്നെ മോചിപ്പിക്കണമെന്ന ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. നിയമപ്രകാരമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാതെ, നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാതെയാണ് തന്റെ അറസ്റ്റ് നടത്തിയിരിക്കുന്നത്. അറസ്റ്റ് നിയമവിരുദ്ധമാണ്. എന്തിനു വേണ്ടിയാണ് തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ആ അറസ്റ്റ് മെമ്മോയിൽ വ്യക്തമാക്കുന്നില്ല. അറസ്റ്റിന് ശേഷം തനിക്ക് നിയമസഹായം ഉറപ്പാക്കിയില്ല. അറസ്റ്റ് ചെയ്യുന്നത് ഒരു 19-ാം തീയതിയാണ്. ഡിസംബർ 19-ന് അറസ്റ്റ് ചെയ്യുന്നു. അതിനു മുൻപ് പലതവണ SITക്ക് മുന്നിൽ ഹാജരായിരുന്നതാണ്. ഈ തന്നെ ഒരു 19-ാം തീയതി രാവിലെ വിളിച്ചു വരുത്തുന്നു. വലിയ തുറയിലെ സേഫ് ഹൗസിൽ വെച്ച് ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം തിരിച്ച് SITയുടെ ഈഞ്ചക്കലിലെ ഓഫീസിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ വെച്ച് പൊടുന്നനെ തന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ്. അറസ്റ്റ് മെമ്മോയിൽ എന്തിനു വേണ്ടിയാണ് തന്നെ അറസ്റ്റ് ചെയ്യുന്നത്, താൻ എന്ത് കുറ്റമാണ് ചെയ്തിരിക്കുന്നത് എന്നത് വിശദീകരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ അറസ്റ്റ് ചെയ്ത് 2 മണിക്കൂറിനുള്ളിൽ ഏതാണ്ട് 70 കിലോമീറ്റർ അകലെയുള്ള കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കിയാണ്. തനിക്ക് റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകുന്നില്ല, തനിക്ക് നിയമസഹായം ഉറപ്പാക്കുന്നില്ല, തന്നെ റിമാൻഡ് ചെയ്ത് ജയിലിലടക്കുകയാണ് ചെയ്തിരിക്കുന്നത്. തനിക്ക് സുപ്രീം കോടതിയുടെ അടക്കമുള്ള മാർഗരേഖകൾ പ്രകാരം ഇത് വലിയ ലംഘനമാണ് നടന്നിരിക്കുന്നത്, തന്റെ അറസ്റ്റും കസ്റ്റഡിയും ഒക്കെ തന്നെ നിയമവിരുദ്ധമാണ് എന്ന വാദവുമായി ഇപ്പോൾ പങ്കജ് ഭണ്ഡാരി എത്തിയിരിക്കുകയാണ്. ഹൈക്കോടതി അല്പം മുമ്പ് ഈ കേസ് പരിഗണിക്കുകയും ചെയ്തു. കോടതി അത് മാറ്റിവെച്ചിരിക്കുകയാണ്. മറ്റൊരു ദിവസത്തേക്ക് ഇതിന്റെ വിശദീകരണത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. പക്ഷേ പങ്കജ് ഭണ്ഡാരി ഈ അറസ്റ്റിലെ നിയമവിരുദ്ധത ചോദ്യം ചെയ്യുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.